പാൽ യഥാർത്ഥത്തിൽ രക്തം ഫിൽട്ടർ ചെയ്ത ഒരു പാനീയമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചുവന്ന രക്തം എങ്ങനെ വെള്ള കളറുള്ള പാലായി മാറുന്നു എന്നത്? ലളിതമായി പറഞ്ഞാൽ പശുവിൻ്റെ വയറിലെ ദഹിച്ച ഭക്ഷണത്തിൽ നിന്നും പോഷകങ്ങളെ രക്തം വലിച്ചെടുക്കുന്നു. ഈ രക്തം പിന്നീട് നേരെ എത്തുന്നത് പശുവിൻ്റെ അകിടിലേക്കാണ്. ഈ രക്തത്തിൽ പാലിനാവശ്യമായ അമിനോ ആസിഡുകൾ, ഗ്ലൂക്കോസ്, മിനറലുകൾ തുടങ്ങിയ പ്രധാന പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അകിടിലെ ലക്ഷക്കണക്കിന് സൂക്ഷ്മപരമായ പാലറകൾ ഒരു ഫാക്ടറി പോലെ പ്രവർത്തിച്ച് രക്തത്തിലെ ഈ പോഷകങ്ങളെ മാത്രം അരിച്ചെടുത്ത് ശുദ്ധമായ വെള്ളക്കളർ പാലാക്കി മാറ്റുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. 1 ലിറ്റർ പാലുണ്ടാകണമെങ്കിൽ 500 ലിറ്റർ രക്തം ഈ അകിടിലൂടെ ഈ ഫിൽട്രേഷൻ പ്രക്രിയയിലൂടെ കടന്നു പോകണം. വില്യം ഹാർവി എന്ന ശാസ്ത്രജ്ഞനാണ് 1628 ജീവജാലങ്ങളിൽ രക്തചംക്രമണം നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. എന്നാൽ അകിടിലെ കോശങ്ങളെ രക്തം പാലാക്കി മാറ്റുന്ന പ്രക്രിയ ശാസ്ത്രം പൂർണ്ണമായി വിശദീകരിച്ചത് 1930കളിൽ മോഡേൺ ബയോളജി വളർന്നതോടെയാണ്. എന്നാൽ ഖുർആൻ ഇതെങ്ങനെ പറഞ്ഞു? രക്തത്തെ പാലാക്കി മാറ്റുന്നു എന്ന് ഖുർആൻ എങ്ങനെ പറഞ്ഞു? തീർച്ചയായും കന്നുകാലികളിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട്. വഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ. അവയുടെ വയറിലുള്ള ദഹിച്ച ഭക്ഷണത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് നാം നിങ്ങൾക്ക് പാൽ കുടിക്കാൻ നൽകുന്നു. ഇവിടെ നോക്കൂ, എത്ര കൃത്യമായാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ നിന്ന്, ദഹിച്ച ഭക്ഷണത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന്, മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ. എങ്ങനെയുള്ള പാലാണ്? കുടിക്കുന്നവർക്ക് ഹൃദ്യമായ കലർപ്പില്ലാത്ത പാൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. രക്തചംക്രമണം, അതായത് ഹൃദയം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് 1628 വില്യം ഹാർവിയാണ് ശാസ്ത്രപരമായി ആദ്യമായി തെളിയിക്കുന്നത്. പിന്നെ എങ്ങനെ ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ഇത് കൃത്യമായി പറഞ്ഞു? പശുവിനെ കുറിച്ച് അറിയുന്ന, ആ സംവിധാനത്തെ കുറിച്ച് അറിയുന്ന, അത് നമുക്കൊരു അനുഗ്രഹമാക്കിയവൻ ആരാണോ അവന്റെ വാക്കുകളാണ് ഇത് എന്ന് തിരിച്ചറിയാൻ ഇനി മറ്റ് എന്ത് തെളിവുകളാണ് വേണ്ടത്?